ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിടെക് ഡയറി ടെക്നോളജിക്ക് ശേഷം ബാങ്കിങ് മേഖലയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പലതരം പോസ്റ്റുകൾ എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, അതിൻ്റെ വേണ്ട സ്കില്ലുകൾ എന്താണ്, മേജറായിട്ടുള്ള എംപ്ലോയീസ് ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോസ്റ്റാണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡയറി ഓഫീസർ. അപ്പം ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഡയറി ഫാം ലോണുകളുടെ ആപ്ലിക്കേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ പലതരം പ്രൊജക്റ്റുകളുടെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക, പിന്നെ ഫാം വിസിറ്റ്സ് നടത്തുക. ഇതൊക്കെയാണ് ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡയറി ഓഫീസറുടെ മേജർ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. മേജറായിട്ടുള്ള എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നബാർഡ് ഉണ്ട്, SBI ഉണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം തന്നെ ഈ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ മേജറായിട്ടുള്ള സ്കിൽസ് ഫിനാൻസും പിന്നെ ടെക്നിക്കലായിട്ടുള്ള ഡയറി നോളജ്. അതിനുശേഷം വരുന്ന വേറൊരു പോസ്റ്റാണ് ഈ ടെക്നിക്കൽ ഓഫീസർ. അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡയറി ഫിനാൻസ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നതാണ് ടെക്നിക്കൽ ഓഫീസർ. മേജറായിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഫാമേഴ്സിനെയും ഓൺട്രപ്രന്യൂഴ്സിനെയും ഡയറി പ്രൊജക്ട് ഫണ്ടിങ്ങിലേക്കും മാനേജ്മെന്റിലേക്കും ഗൈഡ് ചെയ്യുക എന്നുള്ളത്. അതായത് പലതരം സ്കീം കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള നോളജുകൾ കർഷകർക്ക് കൊടുക്കുക തുടങ്ങിയ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആണ് ഈ ഒരു ടെക്നിക്കൽ ഓഫീസർക്ക് വരുന്നത്. മേജറായിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുമ്പം നബാർഡ്, KVIC, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലെല്ലാം തന്നെ നമുക്ക് ജോലി സാധ്യത വളരെയധികമുണ്ട്. സോ നമുക്ക് മേജറായിട്ടും ബാങ്കുകളിൽ വരുന്ന രണ്ട് പോസ്റ്റുകളാണ് ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡയറി ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ ഓഫീസർ. അപ്പം സമയാസമയം ഇതിന്റെ എക്സാമിനേഷൻസിന്റെയും കാര്യങ്ങളുടെയൊക്കെ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ആ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എക്സാംസ് ഒക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് വെച്ച് ഒരു ഓൺട്രപ്രന്യൂർഷിപ്പ് അല്ലെങ്കിൽ ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.